നമസ്കാരം. ലളിതം സുന്ദരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ബിഗ് ബോസ് സീസൺ 6ൻ്റെ റിവ്യൂ. അപ്പോൾ ആദ്യം തന്നെ റിവ്യൂ ചെയ്യുന്നവർക്ക് ഞാൻ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ നൽകുകയാണ്. കാരണം പലരും ഓരോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് പല റിവ്യൂസ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും കാണുന്നത് അനന്തുവിൻ്റെ, അതേപോലെ വിവി, പിന്നെ ഷഫീന ബീവി, ഇവരുടെ 3 പേരുടെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. പിന്നെയും ചില നല്ല റിവ്യൂസ് ചിലരുടെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ വിമർശനാത്മകമായിട്ടുള്ള നല്ല കാഴ്ചപ്പാടുള്ള റിവ്യൂസാണ് അതൊക്കെ. അപ്പോൾ എന്തായാലും യൂട്യൂബിൽ റിവ്യൂ ചെയ്യുമ്പോൾ ചില തിന്മകൾ ജനങ്ങൾക്ക് മുന്നിൽ റിവീലാകുകയും ജനങ്ങളുടെ രോഷം അധികാരികൾക്ക് മുന്നിലെത്താനും വഴിയൊരുങ്ങുന്നുണ്ട്. അപ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബിഗ് ബോസ് കാണാറേ ഇല്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു ചാനലും ഇല്ല. ബിഗ് ബോസ് കാണാറില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലാക്കിയത്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വിഭാഗത്തിൽ നിന്നും വ്യത്യസ്ത സ്വഭാവം ഉള്ളവരുള്ള വ്യക്തികൾ ഒരു കൂരയ്ക്ക് കീഴിൽ വരുന്നു. പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ അടച്ചിടപ്പെട്ട കുറേ മനുഷ്യർ. അപ്പോൾ അവർ എങ്ങനെ സർവൈവ് ചെയ്യും? ഓരോ പ്രശ്നങ്ങളെ എങ്ങനെ അവർ അതിജീവിക്കും? ഓരോ സിറ്റുവേഷൻസ് എങ്ങനെ അവർ ഫേസ് ചെയ്യും? എന്നിട്ട് അതിനോടനുബന്ധിച്ച് കുറേ എൻ്റർടൈൻമെൻറ്റും ഗെയിമും, അങ്ങനെയൊക്കെയാണ് ഈ ഗെയിം എന്നാണ് ഞാൻ ഈ റിവ്യൂസിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിയാണ്, അടച്ചിടപ്പെട്ടവർ എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ തുറന്നൊരു സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് ഈ ഒരു പാരതന്ത്ര്യം എന്ന് പറയുന്നത് ചിന്തിക്കാനേ പറ്റില്ല. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നാണല്ലോ. സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെയാണ്. പക്ഷേ ഏത് സാഹചര്യത്തിലും ഇപ്പോൾ നമ്മളെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് ദേഷ്യം വരും, നമുക്ക് വളരെ ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരേപോലെ ഇരിക്കാനൊന്നും ഒരാൾക്കും പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളായാലും അതിനെയൊക്കെ കൂളായിട്ട് നേരിട്ടിട്ട്, ദേഷ്യം വരും, മത്സര ബുദ്ധി ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളുണ്ടാവും. പക്ഷേ ഇതിലൂടെയൊക്കെയുള്ള മെൻ്റൽ സ്ട്രെങ്ത്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പോൾ ഈ ലൈഫ് ഓഫ് അനന്തു എന്ന ചാനലിൽ അനന്തുവിൻ്റെ രസകരമായിട്ടുള്ള റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഈ പരിപാടിയെക്കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചെടുത്തു. അപ്പോൾ അതിലൊരു ബ്യൂട്ടി വ്ളോഗറായിട്ടുള്ള ഒരു പെൺകുട്ടി, അവരുടെ കോംബോ കണ്ടൻറ്റ് ജനരോഷത്തിന് കാരണമായി എന്നും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഈ അനന്തുവിൻ്റെ വീഡിയോയിലൂടെ, അതേപോലെ വിവി ഹിയർ എന്നുള്ള വീഡിയോ, ഷഫീന ബീവിയുടെ ഒക്കെ റിവ്യൂസിലൂടെയാണ് മനസ്സിലായത്. അപ്പോൾ ഈ 3 പേരുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. അനന്തുവിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ച് ഹ്യൂമർ സെൻസൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ട്, നമുക്ക് ലൈവൊന്നും കാണേണ്ട ആവശ്യമില്ല, സംഗതി എന്താണെന്ന് മനസ്സിലാവും അനന്തുവിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഇട്ടിട്ട്. വിവി ആണെങ്കിൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയും, സംഗതിയൊക്കെ എന്താണെന്നുള്ളത് സത്യസന്ധമായിട്ട് പറയും. അതേപോലെ ഷഫീന ബീവിയുടെ നല്ല ഹ്യൂമർ സെൻസുള്ള ഒരു ലേഡിയാണ് അവർ. നല്ല സത്യസന്ധമായിട്ട് അവരും കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഈ 12th തോന്നുന്നു, ഈ പ്രസ്തുത ബ്യൂട്ടി വ്ളോഗറുടെ ഫാൻസിനുള്ളൊരു മറുപടിയായിട്ട് അവർ ചെയ്തൊരു വീഡിയോ കണ്ടു. അത് വളരെ നന്നായിരുന്നു, നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്നു. ഇതിൽ നല്ലൊരു മറുപടി കൊടുക്കാനുമില്ല. അപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ അഖിൽമാരാരുടെ ഒരു ലൈവ് കണ്ടു. അപ്പോൾ അതുവരെ എനിക്ക് അഖിൽമാരാർ ആരാണെന്നോ അദ്ദേഹം ഏത് സീസണിലാണെന്നോ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതിൽ ഈ ലൈവിലാണ്, ആ ലൈവ് ശ്രദ്ധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ ഒരു സാമൂഹിക വിപത്ത്, ഇങ്ങനെ ഫേവറിസം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെ അതിനെ തുടർന്നുള്ള കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം, ഇനി അത് ഭാവിയിൽ തുടരാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഉറച്ച നിലപാടായിട്ട് ലൈവിൽ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബിൽ പ്രവർത്തിക്കുന്നവർ ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ. കാരണം ഒരു പ്രശ്നത്തെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണം, ഒരാൾ ഒരു
അണിയറയിൽ നടക്കുന്ന തിന്മകളെ വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ അതിനൊപ്പം നിന്നിട്ട് നിങ്ങൾ അത് പല ഈ റിവ്യൂ ചെയ്യുന്നവരൊക്കെ അതിനോട് കൂടി യോജിക്കുന്നുണ്ട് കേട്ടോ. അവർ മനസ്സിലാവുന്നുണ്ട്, അത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുമുണ്ട്. അപ്പോൾ സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കാത്ത കണ്ടസ്റ്റൻസിനെ വോട്ടിങ്ങിലൂടെ പുറത്താക്കാമല്ലോ നമുക്ക്. അപ്പോൾ എല്ലാ ജനങ്ങളോടും ഈ റിവ്യൂ ചെയ്യുന്നവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരിയാണ്, ജനങ്ങളുടെ ഷോ ആണെങ്കിൽ ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. ഇപ്പോൾ അഖിൽമാരാർ ഇത് ഈ വോട്ടിങ്ങിൻ്റെ കാര്യം അതേമാതിരി ഫേവറിസം ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഈ വോട്ടിങ്ങിലൂടെ ഇവർ കൃത്രിമം കാണിക്കുമായിരുന്നു. എന്നിട്ടും ഈ ഫേവറിസം ഇവർ ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് റിവ്യൂസിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. പല നല്ല കണ്ടസ്റ്റൻസിനെയും നെഗറ്റീവാക്കിയിട്ട് പുറത്താക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഏത് പ്രോഗ്രാമായാലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ അതിനെ എതിർക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതുപോലെ ഈ എല്ലാവരെയും വെറുപ്പിച്ച വ്യക്തികളൊക്കെ പുറത്താകുമ്പോൾ അയാളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഓൺലൈൻ മീഡിയ ഇങ്ങനെ പിന്നാലെ നടക്കും. അതിൻ്റെ ആവശ്യമില്ല. കാരണം അയാൾ പുറത്ത് വന്നിട്ട് ഈ റിവ്യൂസ് കാണുമ്പോൾ ഈ ഫോൺ തുറന്നാൽ മതിയല്ലോ, അയാൾക്ക് മനസ്സിലാകും എന്താ അയാളെക്കുറിച്ചുള്ള അഭിപ്രായം ആയിരുന്നു എന്നുള്ളതൊക്കെ. എന്നിട്ട് അതിന് ശേഷമൊക്കെ വേണം നിങ്ങൾ വേണമെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ചെല്ലാം. അവർ തെറ്റിദ്ധരിക്കുകയാണ് ഇങ്ങനെ ഓൺലൈൻ മീഡിയയുടെ ആവേശം കാണുമ്പോഴേ. ഇവർക്കുള്ള ജനപ്രീതിയാണെന്നാണ് ഇവരുടെ വിചാരം. കാരണം പുറം ലോകവുമായിട്ട് ബന്ധമില്ല എന്നാണ് പറച്ചിൽ. പക്ഷേ ഈ സീസണിൽ അതിന് വിപരീതമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഗെയിമാണെങ്കിലും റിയാലിറ്റി ഷോ ആണെങ്കിലും നിങ്ങൾ അത് ജനങ്ങളുടെ ഷോ ആണെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ വിധി എഴുത്ത് ഇവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ, ഫേവറിസം കാണിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്നു എങ്കിൽ എല്ലാവരും ഈ ഷോ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യണം. അപ്പോൾ ഇത്തരം ഷോകൾക്ക് അതിൽ പ്രസക്തിയില്ല. അപ്പോൾ റിവ്യൂ ചെയ്യുന്നവർക്ക് തിന്മയ്ക്കെതിരെ പോരാടിയിട്ട് ജയിക്കാൻ പറ്റുമെന്ന് തെളിയിക്കും വേണം. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാകട്ടെ വിജയി, അവർക്കാണ് കപ്പ്. അല്ലെങ്കിൽ ഏതൊരു ഷോയുടെയും ക്രെഡിബിലിറ്റിയല്ലേ അത് ബാധിക്കുക. അതുപോലെ നിങ്ങൾ മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും പ്രതികരിക്കണം. അപ്പോൾ ഇത്രയും എനിക്ക് അഖിൽമാരാരുടെ ലൈവ് കണ്ടിട്ടും അതേപോലെ ഈ റിവ്യൂസ് കണ്ടിട്ടും പറയാൻ തോന്നിയതാണ്.